ഇത് ശക്തന്റെ മണ്ണുണ്ടാ, അല്ലെങ്കിൽ ഇന്നലെ വന്ന പോലീസുകാരുടെ ഇന്ന് വന്ന ഭരണാധികാരിയുടെ മണ്ണല്ലത്, ശക്തന്റെ പൂരാണ്. ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം. ഈ നിയമങ്ങൾ എല്ലാം നമ്മുടെ വിശ്വാസങ്ങളും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇത് ചെയ്തെന്ന് ഞാൻ പറയുന്നത്. നമ്മളെ സംരക്ഷണം നൽകുന്ന ആൾക്കാരാണ് ഈ നിയമപാലകര്. നിയമം അനുസരിപ്പിക്കുന്നത് പാലിപ്പിക്കുന്ന ആൾക്കാരാ. അവരാണ് ഈ ജനങ്ങളോടും ഈ കമ്മിറ്റികളോടും ഈ തൃശ്ശൂർകാരോടും മാത്രമല്ല ഈ കേരളത്തോടാണ് ചെയ്ത കേരള പോലീസ് ചെയ്ത് നെറുകേടല്ലേ. അത് നിങ്ങൾ എന്തെങ്കിലും പറയണം. അല്ല, അത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവും. പിന്നെ വെടിക്കെട്ട് നടത്താനുള്ള വെടിക്കെട്ടിന്റെ ഇതിൽ വെള്ളം വെച്ചിരുന്നു പോലീസുകാർ. ജനങ്ങൾക്ക് അവകാശമില്ലടാ. അപ്പൊ ഇക്കൊല്ലം മാത്രല്ലട്ടാ, കഴിഞ്ഞ കൊല്ലം തൊട്ടേ ചെറിയ രീതിയിൽ ഇതിന്റെ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. പറഞ്ഞേ ഈ ആദ്യം പറയാൻ പറ്റില്ല, പോലീസുകാർ പ്രശ്നമാണ്. ഈ ഒരു ഭയം മാറണം, അവരുടെ വിജയം. പൂരം മുതൽ കാസർഗോഡ് നിന്നുള്ള എല്ലാ ജനങ്ങളുടെ വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കും തൃശ്ശൂർ പൂരത്തിന്. സത്യാവസ്ഥ അറിയാത്ത ഒരുപാട് പേര്. അതെ, തൃശ്ശൂർക്കാരുടെ വിശ്വാസം, തൃശ്ശൂർക്കാരുടെ ഒരു മെയിൻ കാര്യത്തിലാണ് പോലീസ് ഷൂ ഇട്ട് അരച്ചത്, കാലിട്ട് അരച്ചത്. അപ്പൊ അത് തുറന്ന് പറഞ്ഞു, അതൊന്നൊരു നെഞ്ചിലൊരു വേദന. അതായത് പഴയ ബ്രിട്ടീഷുകാരുടെ ഭരണം പോലെ ഈ പ്രാവശ്യം പോലീസുകാർ ചെയ്യണത്. അല്ല, ഇതില് കൊട കൊണ്ടുവരുമ്പോ അവള് പറഞ്ഞ അകത്ത് വെക്കാൻ സ്ഥലമില്ലാന്ന്. ഇത്രയും കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് പറഞ്ഞത്. ഏഷ്യൻ ന്യൂസിനെ ഗോ ബാക്ക് അടിച്ചു കളഞ്ഞ ആൾക്കാർ തൃശ്ശൂർക്കാർ. ഇനി കേരള പോലീസിന് അടുത്ത പൂരത്തിന് ഗോ ബാക്ക് അടിക്കേണ്ടി വരുമെന്ന് ഇനി ജനങ്ങൾ തൃശ്ശൂർക്കാർ തീരുമാനിക്കണം. തീർച്ചയായിട്ടും ഈ കാണിച്ച നെറുകേടിന് സ്ഥലം മാറ്റല്ല പറയാം. തൃശ്ശൂർക്കാർ എന്നുള്ള നിലയിൽ നമ്മുടെ വികാരത്തിൽ കളിച്ച കാരണം ഒരു സ്ഥലം മാറ്റം കൊണ്ട് ശരിയാവില്ല. ഈ ലോക പ്രശസ്തമായ ഒരു പൂരത്തിനെയാണ് നിലപ്പിച്ചത്. അനാസ്ഥ കാരണം, ഒരു കടുംപിടുത്തം കാരണം നിലച്ചത്. ഹലോ ഗൈസ്, എല്ലാവർക്കും മലയാള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞു അല്ലേ? തൃശ്ശൂർ പൂരത്തിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? പറഞ്ഞുതരാം. അതിനു മുന്നേ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ പാർട്ടിവൽക്കരിച്ച് കാണരുത്. ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക, പല രീതിയിലും പല ഭാവത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൃശ്ശൂരുകാരെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ചേരുന്നത് ഞാൻ മാത്രമല്ല, നമ്മുടെ സുഹൃത്ത് തൃശ്ശൂരാനും കൂടി നമ്മുടെ വീഡിയോയിൽ ചേരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ കേൾക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബാക്കിയുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ വീഡിയോ തുടങ്ങല്ലേ നമുക്ക്? കമോൺ, ലെറ്റ്സ് ഗോ. ബൈ ബൈ. തുടങ്ങാം വീഡിയോയിലേക്ക്. നമുക്ക് സംസാരിക്കാം. ഇപ്പം നമ്മുടെ ഇവിടേക്ക് ഒരുപാട് പേര് പുറത്തുനിന്നും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും പൂരം കാണാൻ വന്നിട്ടുണ്ട്. അവർക്കൊന്നും അറിയില്ല കറക്റ്റായിട്ട് എങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു തുടക്കം, എങ്ങനെയാണ് സ്ട്രക്ചർ എന്നുള്ളതൊന്നും നമുക്ക് പ്രേക്ഷകർക്ക് തോന്നുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ മെയിനായിട്ട് വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റം മുതൽ ശരിക്കും തൃശ്ശൂർ പൂരം തുടങ്ങിയെന്ന് പറയാം. പിന്നെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂര വിളംബരം. ആ പൂര വിളംബരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂരങ്ങളായി. പിന്നെ പിറ്റേ ദിവസം പൂരത്തിന് അന്ന് രാവിലെ 6 മണി തൊട്ട് മഠത്തിൽ വരും ഘടകപൂരങ്ങൾ തുടങ്ങും. പിന്നെ ഘടകപൂരങ്ങൾ മെയിനായിട്ട് പാറമേക്കാവിൻ്റെ ഘടകപൂരം ഒരു ഉച്ചയോടുകൂടി അമ്പലത്തിനുള്ളിൽ കയറി 2 മണിയോട് കൂടി കയറി കഴിഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറ നടയുടെ ഭാഗത്തായിട്ട് എലിഞ്ഞിത്തറയുണ്ട്. അവിടെ എലിഞ്ഞിത്തറ മേളം വിശ്വപ്രസിദ്ധമായ മേളാണ്. അതെല്ലാവരും ആ മേള ആസ്വദിക്കാനാണ് ഏറ്റവും കൂടുതൽ പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ എത്തുന്നത്. മേള അത്ര പ്രശസ്തമായൊരു മേളാണ്. ആ മേള കേട്ട് കഴിഞ്ഞാൽ ആരയിൽ തുള്ളിപ്പോവും. ഈ അമ്പലത്തിനുള്ളിൽ മാത്രമാണ്, അതായത് തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് പാണ്ടിമേള അമ്പലത്തിനുള്ളിൽ കൂട്ടുക. ബാക്കിയുള്ള അമ്പലത്തിലൊക്കെ പാണ്ടിമേള പുറത്ത് കൂട്ടുക. പഞ്ചവാദി ആയിരിക്കും അമ്പലത്തിനുള്ളിൽ കൂട്ടുക. ഈ തൃശ്ശൂർ പൂരത്തിന് മാത്രം പ്രത്യേക ചടങ്ങാണ് ഈ പാണ്ടിമേള അമ്പലത്തിനുള്ളിൽ കൂട്ടുക. അതാണ് ഇത്ര വിശ്വപ്രസിദ്ധമായ എലിഞ്ഞിത്തറ മേളം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ എലിഞ്ഞിത്തറ മേള നടക്കുമ്പോൾ പോലീസുകാരുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂ ഇട്ടിട്ടും ചെരുപ്പിട്ടും ഭയങ്കര മോശമായ രീതിയിൽ അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. നമ്മളെല്ലാ ഭക്തജനങ്ങളും എല്ലാവരും ചെരുപ്പ് കൂരിട്ടിട്ടാണ് അമ്പലത്തിനുള്ളിൽ കയറുക. ഒരു ഷൂ ഇട്ടിട്ടും അതുപോലെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടാണ് ഞാൻ കണ്ട അമ്പലത്തിന്റെ ഇവിടെ ചിക്കൻ ബിരിയാണി. അതിനെ കുറിച്ച് ഞാൻ പറയില്ല, അത് വിശ്വാസങ്ങൾ പല രീതിയിലാവാം. പക്ഷെ ഈ പ്രാവശ്യം മുതൽ കഴിഞ്ഞ കൊല്ലം തൊട്ട് തന്നെ ഈ പോലീസുകാരെ നിറയാട്ട് ജനങ്ങൾ സഹിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഈ സാമ്പിൾ വെടിക്കിട്ടുണ്ട് അന്ന് മുതൽ തന്നെ ഭയങ്കരമായി ജനങ്ങളെ ഉപദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കമ്മിറ്റിക്കാർ സഹിച്ചു. അപ്പൊ കമ്മിറ്റിക്കാരനെ ഒരൊറ്റ വിമർശിക്കുന്ന രീതിയിൽ പലരും പറയുന്നുണ്ട്. ഈ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ ഈ പൂരം നടക്കണേണ്ട എത്രയും മാസങ്ങൾ മുമ്പ് ഇവർ അധ്വാനിച്ചു തുടങ്ങുന്ന പറയും. ഇതിന്റെ പിരിവിനായിട്ട് നമുക്കറിയില്ല. നമ്മൾ തൃശ്ശൂർക്കാരനെ പൂരം കണ്ട് പോവാറുണ്ട്. നമുക്ക് ഇതിന്റെ കഷ്ടപ്പാട് അറിയില്ല. ഇതിന്റെ പിന്നില് ഒരുപാട് കഷ്ടപ്പാടുണ്ട്.
ഒരുപാട് തൊഴിലാളികളുടെ അധ്വാനം. ഈ കമ്മിറ്റിക്കാരൻ എന്തോരം കഷ്ടപ്പെടുന്ന അറിയും. വെടിക്കേണ്ട ഇത് ഓടി നടന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. എന്നിട്ട് പലരും പോലീസുകാരനെ പറയാണ്ട് കമ്മിറ്റിക്കാർ കാരണമാണ് ഈ വെടിക്കെട്ട് വൈകിയത്. തൃശ്ശൂർക്കാരെ തെറി പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നത് വെടിക്കെട്ട് വൈകി കാരണം ആർക്കും അറിയില്ലല്ലോ ഇതിന്റെ പിന്നിൽ എന്താ പ്രശ്നം. എല്ലാവരും ഉദ്ദേശിക്കും കമ്മിറ്റിക്കാരന്റെ പ്രശ്നം കാരണം ആർക്കും മനസ്സിലാവില്ല എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ പോലീസുകാര് ഈ കമ്മിറ്റിക്കാരെ ലാത്തി ചാർജ് ചെയ്തു. അതുപോലെ അവിടെ നിൽക്കുന്ന ജനങ്ങളെ എല്ലാവരും ലാത്തി ചാർജ് ചെയ്തു. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. ഇവര് ഈ കൊടമാറ്റത്തിന് ഈ തിരുവമ്പാടിക്കാരെ ഉള്ളിൽ കയറ്റാൻ സംബന്ധിച്ചില്ല. ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ഈ കൊടമാറ്റം എന്ന് പറഞ്ഞാൽ ചടങ്ങ് കാണാൻ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തുനിന്ന് വരുന്നത്. കാരണം വെച്ചാൽ ഒരിക്കലും ഇല്ല, നമ്മുടെ തൃശ്ശൂർ മാത്രമല്ലോ. അപ്പൊ ആ ഒരു ചടങ്ങിലേക്ക് ഈ കൊട കൊണ്ടുവരുമ്പോ തൊട്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണ് ജനങ്ങളെ കയറ്റിവിടില്ല, കമ്മിറ്റിക്കാരെ കയറ്റിവിടില്ല. കോട്ട തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കൊടമാറ്റത്തിന്റെ കോട്ട കയറ്റിവിടുന്നില്ല. അത് കോട്ട ആനയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണം പനമ്പട്ട കയറ്റിവിടാൻ പോലീസായിരുന്നു. അത് ബെസ്റ്റ് ആയിട്ട് ഏറ്റവും വലിയ പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥനായ കമ്മീഷണറാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ അനാസ്ഥയായിട്ട് നിൽക്കുന്നത്. ഇതിന്റെ വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഭയങ്കര പ്രധാനമായിട്ട് പറയാനുള്ളത് സുപ്രീം കോടതി വിധിയെയും നിയമങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു കേരള പോലീസിന്റെ ഈ നെറികേട്. അതും തൃശ്ശൂർക്കാരോടല്ല, ഈ ലോകത്തുള്ള എല്ലാ പൂരപ്രേമികളോടും കാണിച്ച ഒരു നെറികേട് തന്നെയായിരുന്നു. അത് ജനങ്ങൾ നേരിട്ട് കാണുക ചെയ്തു, നേരിട്ട് അനുഭവിച്ചു. അതെ, അതിനെതിരെ ഇപ്പൊ എല്ലാവരും പ്രതികരിക്കും. ഈ ലോകം തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇത് തൃശ്ശൂർക്കാരൻ മാത്രമല്ല, ഈ എല്ലാ പൂരപ്രേമികളും ലോകമെമ്പാടുള്ള എല്ലാവരും ഒരു പ്രതിഷേധം പറയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. നിങ്ങളൊന്ന് ആലോചിച്ചുകൂടാ, അതായത് ഇത്രയും വലിയൊരു പൂരം, അതായത് കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം വിഷു കഴിഞ്ഞിട്ട് തൃശ്ശൂർ പൂരാണ് കേരളം എല്ലാവരും ആഘോഷിക്കുന്നത്. ഇവിടെ വന്നു ചേർന്ന് തൃശ്ശൂർക്കാർ മാത്രമല്ല, കേരളത്തിലുള്ളവരും ഈ ലോകത്തുള്ള പല വിദേശികളും ഉൾപ്പെടെ എല്ലാവരും വന്നു കാണാൻ വേണ്ടിട്ട്. അതെ, അവരൊക്കെ ഈ കൊല്ലത്തെ തൃശ്ശൂർ പൂരത്തിന് പ്രതിസന്ധിയിലായി. എത്ര കാലത്തിന് ശേഷം കൊറോണ കാലഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെ പ്രതിസന്ധി. അതിന്റെ ഒരു മഹാമാരി പ്രശ്നമായത്. പക്ഷെ ഈ പ്രാവശ്യം ഒരു മഹാമാരി വേറൊരു പ്രശ്നമില്ല. ഈ പ്രാവശ്യത്തെ മഹാമാരി ഇത് കേരള പോലീസാണല്ലോ. ഇത് വ്യക്തിപരമായിട്ട് എന്താ പറയാ, പൂരം മുടക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സാഹചര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടാണ്. അത് നമ്മുടെ മാത്രം തോന്നലല്ല, ഈ പൂരം കാണാൻ വന്ന എല്ലാ മനുഷ്യന്മാരും തോന്നല് ഇത് തന്നെയാണ്. ഇതെന്തുകൊണ്ടാണ് പോലീസുകാർ ഇങ്ങനെ ചെയ്തത് നമുക്കറിയില്ല. ഇനി ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കഥകളുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു എന്താ പറയാ, ഇത്രയും വലിയൊരു ഫെസ്റ്റിവല് ഇങ്ങനെ മുടക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഇതിന് ഉത്തരവാദിത്വം കൊടുത്തത് എന്നാണ് നമുക്കറിയാത്തത്. അപ്പോൾ ഇക്കൊല്ലം മാത്രമല്ല കേട്ടാ, കഴിഞ്ഞ കൊല്ലം തൊട്ട് ചെറിയ രീതിയിൽ ഇതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മറ്റേ യതീഷ് ചന്ദ്രയുടെ ടൈമിലൊക്കെ അതൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ കമ്മീഷണർ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. കുടമാറ്റത്തിന് ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കൊല്ലാണ് അവര് ഒന്നും കൂടി ഹാർഡായി തുടങ്ങിയത്. അതായത് ഭയങ്കര മോശമായി ജനങ്ങളോടും കമ്മിറ്റിക്കാരോടൊക്കെ പെരുമാറി അവരാണ് പൂരം നടത്തുന്ന രീതിയിൽ. അതെ, അങ്ങനെ ഭയങ്കരമായ രീതിയിലായിപ്പോ രാത്രി പഞ്ചവാദി രാത്രി പൂരം നടത്തുന്ന സമയത്തായിരുന്നു അവർ ഈ കമ്മിറ്റിക്കാരെ, അത്യാവശ്യം ഒരു പ്രായമുള്ള ഒരു വ്യക്തിനെയാണ് കയറി ലാത്തി ചാർജ് ചെയ്തു, ജനങ്ങളിൽ ലാത്തി ചാർജ് ചെയ്തു. അതൊക്കെ വളരെ മോശമുള്ള കാര്യം. അതെ, അപ്പൊ രാവിലെ തൊട്ടേ ഇങ്ങനെ പോലീസിന്റെ രീതിയിൽ നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഈ അറ്റാക്ക് വന്നതോടുകൂടിയിട്ട് നേരെ മേൽക്കമ്മിറ്റിനെ വിളിച്ച് പറഞ്ഞു. മേൽക്കമ്മിറ്റി എന്തൊരു ചെയ്താ നേരെ പന്തൽ ഓഫ് ചെയ്തു. രാത്രി പൂരം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പിന്നെ എന്നിട്ട് വെടിക്കെട്ട് നടത്താനുള്ള വെടിക്കെട്ടിന്റെ ഇതിൽ വെള്ളം ഒഴിച്ചിരുന്നു പോലീസുകാർ. അപ്പൊ എന്നിട്ട് ചെയ്ത വെടിക്കെട്ടിന്റെ പടക്കപ്പൂരം കൂട്ടിയിട്ട് ആ താക്കോലും കമ്മീഷന്റെ കയ്യിൽ കൊടുത്തു. എന്ന് പറയും, പടക്കം നിങ്ങൾ തന്നെ പൂരം നടത്തിക്കോ, നിങ്ങൾ തന്നെ പടക്കം പൊട്ടിച്ചു എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പൂരം തൃശ്ശൂർ അവിടെ നിർത്തി. അവിടെ ശരിക്കും രാത്രി വെടിക്കെട്ട് ഉണ്ടാവണതല്ല, പിന്നെ പകൽ പൊട്ടണതല്ല. ഇതൊന്നും അറിയാണ്ട് കുറെ ജനങ്ങൾ തന്നെ ഇതൊന്നും അറിയാണ്ട് കുറെ പാവം ജനങ്ങൾ ഇത് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എത്ര ജനങ്ങളെ ലോകത്തിൽ പല വിദേശികളും ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് നിന്നുള്ള എല്ലാ ജനങ്ങളും വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കും തൃശ്ശൂർ പൂരത്തിന്. അതിന്റെ സത്യാവസ്ഥ അറിയാത്ത ഒരുപാട് പേര്. അതെ, അല്ല എല്ലാവരും അപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് അത് പോരട്ടെ, കമ്മിറ്റിക്കാർ പോരട്ടെ, രാത്രി പൂരമില്ല, അവർക്ക് കാരണം അറിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇതിൽ ലാഗായത്. പിന്നെയാണ് ഇതിന്റെ നിയമത്തിലിരിക്കുന്ന ആൾക്കാരായാലും ഇപ്പോ പറയാ രാഷ്ട്രീയക്കാരാണെങ്കിലും എല്ലാവരും ചെറിയ ഒത്തുതീർപ്പുണ്ടായ പിന്നെയാണ് നമ്മുടെ പൂരം വീണ്ടും സ്റ്റാർട്ട് ചെയ്തതും വെടിക്കെട്ട് സ്റ്റാർട്ട് ആയതും. ആ കുറച്ച് നേരം കൊണ്ടാണ് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അതുവരെ എല്ലാം നിർത്തി ഉപേക്ഷിച്ച് പൂരം അവിടെ ഉപേക്ഷിച്ചായിരുന്നു. അവസാന നിമിഷത്തിലെ വെടിക്കെട്ട്, അതായത് 3 മണിക്ക് പൊട്ടേണ്ട വെടിക്കെട്ട് 8 മണിയുണ്ട്. പിന്നെ മണിക്കൂറോളം സ്തംഭിച്ചു. അതെ, 5 മണിക്കൂറൊക്കെ ആൾക്കാരെ ഇങ്ങനെ ബോറടിപ്പിച്ച് നിർത്താന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മോശം തന്നെയാണ്. കാരണം പോലീസുകാർ അനാസ്ഥ തന്നെയാണ്. പിന്നെ ഈ റൗണ്ട് ചുറ്റി നടക്കണ ഒരു ഫ്രീഡം, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം.
ഈ നിയമങ്ങൾ എല്ലാവരും നമ്മുടെ വിശ്വാസങ്ങളും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പറയുന്നത്. അല്ല, നമ്മളെ സംരക്ഷണം നൽകുന്ന ആൾക്കാരാണ് ഈ നിയമപാലകര്. നിയമം അനുസരിപ്പിക്കുന്നത് അത് പാലിപ്പിക്കുന്ന ആൾക്കാരാ. അവരാണ് ഈ ജനങ്ങളോടും ഈ കമ്മിറ്റികളോടും ഈ തൃശ്ശൂർകാരോടും മാത്രമല്ല ഈ കേരളത്തോടാണ് ചെയ്ത കേരള പോലീസ് ചെയ്തത് നെറികേടല്ലേ. അത് നിങ്ങള് എന്തായാലും പറയണം. അല്ല, അത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നത്. കാരണം എന്താ, ഇതിന്റെ സത്യാവസ്ഥ ഇതാണ്. ഇതിനെ പല രീതിയിൽ വളച്ചൊടിച്ചിട്ട് ഇപ്പോൾ രാഷ്ട്രീയ എന്താ പറയുക, ഇപ്പോൾ ഇലക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട്, പലരും പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ അനുഭവിച്ച, നമ്മൾ നേരെ കണ്ട കാഴ്ചകളാണ് നിങ്ങളോട് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, നമ്മുടെ നാട്ടിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അല്ലെങ്കിൽ വിശ്വാസങ്ങളെയും എല്ലാതും ചേർത്ത് പിടിച്ച എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ടാണ് നമുക്ക് പോണത്. നമുക്ക് രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, മതപരമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് ആരോടും വ്യക്തിപരമായിട്ട് ഒന്നും നിൽക്കാറില്ല. പക്ഷെ ഓരോരുത്തരും വിശ്വസിക്കുന്ന വിശ്വാസത്തെ നല്ല രീതിയിൽ കൊണ്ടുപോവാം. അതെ അല്ലേ? തൃശ്ശൂർക്കാരൊരു വിശ്വാസം, തൃശ്ശൂർക്കാരൊരു മെയിൻ കാര്യത്തിലാണ് പോലീസ് ഷൂ ഇട്ട് അരച്ചത്, കാലിട്ട് അരച്ചത്. അപ്പൊ അത് തുറന്ന് പറഞ്ഞു. അല്ല, അതൊന്നും ഒരു നെഞ്ചിലൊരു വേദന തന്നെയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ പൂരം ഇന്നും ഏതൊരു മനുഷ്യനും നെഞ്ചിലൊരു വേദന തന്നെയാണ്. അതായത് പഴയ ബ്രിട്ടീഷുകാരുടെ ഭരണം പോലെ ഈ പ്രാവശ്യം പോലീസുകാരെ ചെയ്യണത് വളരെ ഒരു തന്നെ പോയി. അതെ. ഇതിപ്പോ എന്താ പറയാ, നമ്മളെന്തോ അടിമകള്, അവരുടെ ഇഷ്ടത്തിന് നമ്മൾ കാണാ, അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും കെട്ടിടച്ച് വെച്ചു, ഒരാളെയും ഒന്നും അറിയിച്ചില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവരാണ് ഹാൻഡിൽ ചെയ്ത് തുടങ്ങുന്നത്. നമുക്കൊന്നിനുള്ള വോയിസ് ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ കടത്താനും ഒന്നിനും സമ്മതിച്ചില്ല. അതായത് പൂരത്തിന്റെ ചടങ്ങുകൾ വരെ നിലച്ചു പോയി പറയണം. അത് ഇവര് കാരണമാണ്. ബാരിക്കേഡ് വെച്ച് ഫുള്ള് ബ്ലോക്ക് ചെയ്ത്. വടക്കുന്നാഥനില്ല, നീതലക്കാവിൽ അമ്മയില്ല, ആരുമില്ല, ആർക്കും വരാൻ പറ്റില്ലെന്ന്. ഇത് ആരുടെ പരിപാടിയാണ്? ഇവിടത്തെ ദൈവങ്ങളുടെ പരിപാടി. അവര് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം നടന്നത് ക്യാമ്പിലത്തെ പോലീസുകാരാ. പോലീസുകാർ പൂരാണെന്ന് പോലീസിന്റെ പൂരാണെന്ന് പോലീസുകാരന് അത്രയധികം വണ്ടികളാണെന്നും കേരളം മൊത്തമുള്ള എല്ലാ പോലീസുകാരും നടന്നു. ഇപ്പൊ പൂരം കാണുന്നതും സെൽഫി എടുക്കണതും പോലീസുകാർ. ആനയുടെ ഒപ്പം നിൽക്കുന്നത്, പാപ്പാനെ മാറ്റി എടുത്തിട്ട് ആനയുടെ സെൽഫി എടുക്കണതും മേളക്കാരൊപ്പം സെൽഫി എടുക്കണം ഈ പോലീസുകാരാണ്. ജനങ്ങളും കമ്മിറ്റിക്കാരൊക്കെ മാറ്റി ലോങ് നിർത്തിയിട്ട് ഈ പോലീസുകാരെ ക്യാമ്പിന്റെ പിള്ളേരൊക്കെ നിരന്ന് നിൽക്കുക പൂരം കാണാൻ. കമ്മിറ്റിക്കാരൊക്കെ ഏറ്റവും ബാക്കിലാണ് നിൽക്കണത്, പിന്നെ ആൾക്കാർ അതിന്റെ ബാക്കില്. അല്ല, ഇതില് കൊട കൊണ്ടുവരുമ്പോ അവള് പറഞ്ഞ അകത്ത് വെക്കാൻ സ്ഥലമില്ലാന്ന്. ഇത്രയും കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ അല്ല ഇതില് കൊണ്ടുവന്ന് പറഞ്ഞത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തണം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. എനിക്ക് തോന്നുന്നത് അന്നൊക്കെ ഒരു ആരെങ്കിലൊക്കെ ഒന്ന് പറയാണ്, ജനങ്ങളെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സംഘർഷായനെ. പക്ഷെ അതിനങ്ങനെ പോലീസുകാർക്ക് റൗണ്ട് വിട്ട് പോകാൻ പറ്റില്ല. ജനങ്ങള് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. അതെ, അത് കമ്മിറ്റിക്കാരെടുത്ത ഏറ്റവും വലിയ സമീപനമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ സംഭവം നടന്നു. അന്ന് ഏഷ്യൻ ന്യൂസ് ആനേനെയും പൂരത്തിനെതിരെ ഒരു സംഭവം പറഞ്ഞിട്ടാണ്. തൃശ്ശൂരത്തിന് ആനേനെ കൊണ്ടുവരാൻ പാടില്ല, പൂരത്തിനെ നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞ സംഭവം. അന്ന് തൃശ്ശൂർ ഒറ്റ കെട്ടായിട്ട് ഏഷ്യൻ ന്യൂസ് ഗോ ബാക്ക് എന്ന് പറഞ്ഞ് നിറച്ച് ബാനറുകൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഫ്ലക്സ് ബോർഡുകളും ഇങ്ങനെ നിറച്ച് ക്ലിപ്പൊക്കെ പിടിച്ചിട്ട് ഏഷ്യൻ ന്യൂസിനെ ഗോ ബാക്ക് അടിച്ചുള്ള ആൾക്കാർ തൃശ്ശൂർക്കാർ. ഇനി കേരള പോലീസിന് അടുത്ത പൂരത്തിന് ഗോ ബാക്ക് അടിക്കേണ്ടി വരുമെന്ന് ഇനി ജനങ്ങൾ തൃശ്ശൂർക്കാർ തീരുമാനിക്കണം. തീർച്ചയായിട്ടും. ഇപ്പോൾ ആൾക്ക് എന്തോ സ്ഥലം മാറ്റം കൊടുത്തൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. നമുക്കറിയില്ല, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ എന്താ പറയാ, ശരിക്കും ഈ കാണിച്ച സ്ഥലം മാറ്റല്ല തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ വികാരത്തെ തൊട്ട് കളിച്ച കാരണം ഒരു സ്ഥലം മാറ്റം കൊണ്ട് ശരിയാവില്ല. ഈ ലോക പ്രശസ്തമായ ഒരു പൂരത്തിനെയാണ് നിലപ്പിച്ചത്. ഒരൊറ്റ അനാസ്ഥ കാരണം, ഒരു കടുംപിടുത്തം കാരണം നിലച്ചത്. അതുകൊണ്ട് ആൾക്കൊരു സ്ഥലം മാറ്റം കൊടുത്തുകൊണ്ട് ഒന്നും ആവില്ല. എത്ര പേരാന്നറിയോ കേരളം മൊത്തം സ്തംഭിച്ചെന്നതാ, കുടിവെള്ളം കിട്ടാനും എല്ലാം കൊണ്ട്. പൂരം കാണാൻ വന്ന പൂരപ്രേമികൾക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അതായത് ഭക്ഷണം, വെള്ളം, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ പാറമേകാവിന്നാണെങ്കിലും തിരുവമ്പാടിന്നാണെങ്കിലും ഭക്ഷണം 3 നേരം ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് പല സംഘടനകളാണെങ്കിലും അവരുടെ രീതിയിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. കുടിവെള്ളത്തിനാണെങ്കിലും മോരും വെള്ളത്തിനാണെങ്കിലും ഒന്നിനൊരു കുറവ് തൃശ്ശൂർ ഉണ്ടാവാറില്ല. അതിപ്പോൾ എവിടെ നിന്ന് വന്ന ആൾക്കാർക്കാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും ഒരു കുറവ് തൃശ്ശൂർ ഉണ്ടാവില്ല. അത് തന്നെയാണ് ഒരു നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഇന്നൊക്കെ തൃശ്ശൂരിന് ചപ്പാത്തി, തക്കാളിക്കറി, ഇഡ്ഡലി, പിന്നെ ചോക്ലേറ്റ്, പല പല ക്രീമുകൾ, അങ്ങനെ പല വസ്തുക്കളാണ് വിതരണം ചെയ്യുന്നത്. പിന്നെ വിസറി പിന്നെ എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാണ് തൃശ്ശൂർ പൂരത്തിന്. മറ്റുള്ള പൂരത്തിനും കാണാൻ പറ്റാത്ത പല സൗകര്യങ്ങളും തൃശ്ശൂർ പൂരത്തിന് ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം അതിഗംഭീരമായി ഉണ്ടായെങ്കിലും അതിനെല്ലാത്തിനും തച്ചുടയ്ക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഉണ്ടായത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ,
സംഭവിക്കാനുള്ള എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിന് നമുക്ക് എതിർത്തിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല, കാരണം അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോ ഇനിയിപ്പോ തൃശ്ശൂര്, അതായത് ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് പറയാനുള്ളത്, ഇനി അടുത്ത പൂരം വരുന്നത് 2025 പൂരം വരുന്നത് മെയ് 6-7 അത് ഗംഭീരമായി തന്നെ തൃശ്ശൂർക്കാരൻ നടത്തും. അതിപ്പോ ഏത് പോലീസ് വന്നാലും ആര് വന്ന് ഭരിക്കാൻ വന്നാലും അത് തൃശ്ശൂർക്കാരുടെ കയ്യിൽ തന്നെ ആയിരിക്കും അടുത്ത കൊല്ലത്തെ തൃശ്ശൂർ പൂരം. അതെ, ഇത് ശക്തന്റെ മണ്ണുണ്ടാ, അല്ലെങ്കിൽ ഇന്നലെ വന്ന പോലീസുകാരുടെയോ ഇന്ന് വന്ന ഭരണാധികാരിയുടെയോ മണ്ണല്ലത്, ശക്തന്റെ പൂരം വന്ന പൂരം. പണ്ട് ആറാട്ടപ്പുഴ പൂരത്തിന് മഴ കാരണം പൂരം മുടങ്ങിയപ്പോ ജനങ്ങൾ ശക്തനോട് വന്ന് സങ്കടം അറിയിച്ചു. അന്ന് ശക്തൻ വന്ന് പറഞ്ഞു, ഈ ലോകം ഇനി ഇവിടെ വന്ന് പൂരം കാണട്ടെന്നു. അങ്ങനെ ഉണ്ടായ പൂരാണ് ഈ തൃശ്ശൂർ പൂരം. അതിനെ മുടക്കാനാണ് ഈ പറഞ്ഞ കുറച്ച് ഉച്ചാളികളായിട്ടുള്ള പോലീസുകാർ ശ്രമിച്ചത്. പക്ഷെ അത് ഇനി നമ്മുടെ ശക്തന്റെ മണ്ണിൽ തൃശ്ശൂര് അത് വെച്ച് വാഴിക്കില്ല. ഇക്കൊല്ലം ഉണ്ടായി, പക്ഷെ അടുത്ത കൊല്ലം ഇത് ഉണ്ടാവില്ല. ഇത് തൃശ്ശൂരുകാരുടെ വാക്കാണ്. പൂരങ്ങളെ സ്നേഹിക്കുന്ന പൂരപ്രേമികളായുള്ള മേളപ്രാന്തും പൂരപ്രാന്തും എല്ലാം അടങ്ങി തൃശ്ശൂർക്കാരൻ നീ പറയണത്. അതെ, ഇത് ജനങ്ങളുടെ വാക്കാണ്. ജനങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങളിലൂടെ അറിയിക്കണം കേട്ടാ. അതിൽ ആരും ഖേദങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇത് സത്യമായുള്ള വാക്കാണ്. ഇനി ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനും ഇല്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിന്റെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത കൊല്ലം തൃശ്ശൂർ പൂരം നമുക്ക് പൊരിക്കണ്ടേ? പൊരിച്ചടക്കുന്ന പിന്നെ ബൈ ബൈ. കാരണം നമ്മളെ കൊല്ലത്തെ അനുഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര വൈകിട്ട് ഇത്ര നാള് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടാണ്. ഇങ്ങനൊരു സംഭവം പോലീസുകാർ അനാസ്ഥ കൊണ്ട് തൃശ്ശൂർ പൂരം മുടങ്ങിയ ചരിത്രത്തിൽ ആദ്യ സംഭവം. അതെ, മുമ്പ് വന്ന പ്രശ്നങ്ങളൊക്കെ അറിയാം. പോലീസുകാർ അനാസ്ഥ കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. ലിസ്റ്റിന്റെ കയ്യിലുണ്ട്. പോലീസിന്റെ അനാസ്ഥ കാരണം പ്രശ്നം ആദ്യമായിട്ടാണ് പറഞ്ഞത്. 2003 സ്തംഭിച്ചെന്ന് ചോദിക്കണേ ഞാൻ. മന്ത്രിമാരും മറ്റുള്ള കളക്ടർമാരും ഒന്ന് കൈകാര്യം പിടിക്കുമ്പോൾ സ്തംഭിക്കേണ്ടായിരുന്നു മാത്രം. ഇതുപോലെ ജനങ്ങൾ സ്തംഭിച്ചു നിന്നിട്ടില്ല. ചേട്ടൻ അനുഭവം എന്ന് പറയാൻ പറ്റുമോ? അല്ല, അറിയാൻ പോലീസ് ദേശക്കാരായി മാറും. ഈ ക്യാമറയിൽ കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരെ എന്റെ മുഖം കാണും. അങ്ങനെ ജനങ്ങൾക്ക് അവകാശമില്ല, യാതൊരു അവകാശമില്ല. കാരണം അതിനുള്ള പറയണം കുറിച്ചപ്പെടും. അതിനുള്ള അല്ല, ഇങ്ങനെ സംഭവം ആരും അറിഞ്ഞിട്ടില്ല. പറയാൻ പേടി. എന്നെ പോലെ എല്ലാവർക്കും പേടിയാ പറയാനായിട്ട്. ആള് പറഞ്ഞാല് ബാക്കിയുള്ളവർ അറിയുള്ളൂ. അതെ അതെ, എന്നല്ല ചേട്ടാ എല്ലാവർക്കും എത്തുള്ളൂ. ചേട്ടൻ പറഞ്ഞു 2003 കേസ്. 2003 കേസ് ചേട്ടന്റെ എക്സ്പീരിയൻസ് ചേട്ടൻ പറയണ്ടേ? അതാണ് നമ്മ ഒന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു അന്നത്തെ കാര്യം അറിയുന്നു. ഒരുപാട് ഉണ്ടായിട്ടില്ലാന്ന് പറഞ്ഞു. ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ ആരും പുറത്ത് പറഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. അടി കിട്ടിയ അന്നത്തെ അടി കിട്ടിയ ആൾക്കാർ ടൈം ഉണ്ടാവും. അതറിയാം ആ സംഭവം. അതിപ്പോ ഇതാരും പുറത്ത് പറഞ്ഞില്ല. ഈ സംഭവം എല്ലാവർക്കും അറിയാം. അടി കിട്ടിയ ആൾക്കാർ ടൈം ഉണ്ടാവും. അത് പക്ഷേ ഇതേമാതിരി പറഞ്ഞു നമ്മളിങ്ങനെ പാർക്കിക്കണം നടന്നപ്പോഴേ 2 കടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് കാര്യം ചോദിക്കും. ചേട്ടാ, ഇപ്രാവശ്യം തൃശ്ശൂർ പൂരം എങ്ങനെയുണ്ടാവും നമ്മുടെ ഒരു അനുഭവത്തിൽ? ഭയങ്കര മോശമായിട്ടില്ല നമ്മൾ തൃശ്ശൂർ പൂരം അല്ലേ? അത്രയും ലേഖായിട്ട് അത്രയും ആൾക്കാരെ നിർത്തിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമാളി ലഭിച്ചു അല്ലേ? പൊട്ടനാക്കി എന്ന് പറയാം. അത് ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് അനുഭവിച്ച ആൾക്കാരുണ്ട് അല്ലേ? അതാണ് പോയിന്റ്. പോലീസുകാരാണ് അവരാണല്ലോ ഇപ്പൊ ഇതൊക്കെ ചെയ്തത്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പോലീസുകാരാണ് അവരിപ്പോ ചെയ്തതാണ്. അതെ, എല്ലാവരും ഉദ്ദേശം ഇപ്പൊ തൃശ്ശൂരാണ് തെറ്റിയത് അല്ലെങ്കിൽ കമ്മിറ്റിക്കാരാണെന്നുള്ളതാണ്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും പോലീസാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് ഇങ്ങനെ കൊള്ളാക്കിയത്. പറയാ തൃശ്ശൂരില് ജനിച്ചിട്ട് ഇത്രയും കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം കിട്ടണുണ്ടാവണം. നമ്മള് ഈ പുലർച്ചെ 3:30 വെടികിട്ട് നമ്മൾ പൊട്ട സാധാരണ. അതേപോലെ എത്ര സ്ഥലത്തുനിന്ന് എത്ര കുടുംബങ്ങളാണ് ഈ പുലർച്ചെ ഉറക്കൊളച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. വന്നിട്ട് ഇതിനു വേണ്ടി ഞങ്ങൾ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഇത്ര അനുഭവിക്കാൻ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ എന്തോരം അനുഭവിച്ചിട്ടുണ്ട്. നമ്മള് ഈ പ്രാവശ്യം എന്ന് പറയുന്നത് നമ്മൾ അടിയിൽ നിന്നിട്ടാണ് കാണാറ്. സാധാരണ ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പൂരം കാണാൻ പോയത്. പക്ഷെ ബാഡ്ജിന് ഒരു വില ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വെടിക്കെട്ട് ഫസ്റ്റ് പൊട്ടിക്കുന്നത് 7:10 പിന്നെ പൊട്ടണത് 7:45. പിന്നെ നമുക്ക് പൂരം കാണാൻ വരാന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസമാണ് നമ്മൾ എൻജോയ് ചെയ്ത് നടക്കാം. 3-ാമത്തെ ദിവസം നമ്മൾ തൃശ്ശൂരുകാരുടെ നിലയ്ക്ക് വീട്ടുകാരും കൊണ്ട് നമ്മൾ പൂരം കാണാനാണ് വരാറ്. അതുപോലും ഈ പ്രാവശ്യം പറ്റിയില്ല. കാലത്ത് വെടിക്കെട്ടും കാലത്തെ പൂരം കാണാൻ പറ്റിയില്ല.
ഇത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. നടത്തിപ്പിന്റെ പ്രശ്നം, പോലീസുകാരാണ് ഇതില് വീഴ്ച വരുത്തിയത്. ഒറ്റടിക്ക് തൃശ്ശൂർ പൂരം നിലച്ചു പോയൊരു രീതിയിലായിരുന്നു. ആകെ വെറുക്കപ്പെട്ട ഒരു പൂരമായിരുന്നു ഈ പ്രാവശ്യം. അടുത്ത കൊല്ലം ഇങ്ങനെ ഇല്ലാണ്ട് നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് ഇത്തരം സ്ഥലത്ത് ബ്ലോക്ക് ചെയ്യുക, ഒരു പൂരം വരുന്ന സ്ഥലത്ത് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ഒരു ചർച്ച വരുത്തേണ്ട ഒരു ആവശ്യമില്ല. അതാണ് മെയിൻ കാരണം. ഇതിപ്പോ തൃശ്ശൂർക്ക് മൊത്തം ബാധിച്ചത് ഒരു ഭയങ്കര ഒരു ക്ഷീണമായിട്ട് തന്നെയാണ് നടന്നത്. ജിഷ്ണു, ഞാൻ ഇവിടെ 24 ഇയേഴ്സ് ചിങ്ങാരിമുളത്തിൽ പൊട്ടാണ്. വളരെ മോശമായ ഒരു പെരുമാറ്റായി. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാമല്ലോ അല്ലേ? അതെ, സപ്പോർട്ട് ചെയ്യേണ്ട പോലീസുകാർ ഇങ്ങനെ അനാസ്ഥ ചെയ്തപ്പോൾ എല്ലാവരും അനുഭവിച്ചത്. പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ഇവിടെ പുല്ലിലൊക്കെ ആൾക്കാർ കിടന്നായിരുന്നു. അതെ എടാ നീ പറഞ്ഞോ, ഈ പേടിയാണ്, ഈ ഭയം. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞേ, എനിക്ക് അധികം പറയാൻ പറ്റില്ല. പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ ഒരു ഭയം മാറണം. ഈ ഭയമാണ് അവരുടെ വിജയം. മനസ്സിലായോ? അതായത് നമുക്ക് പ്രതികരിക്കാനുള്ള കാര്യം നമ്മൾ തന്നെ പറയണം അല്ലേ? നമുക്കൊരു പ്രശ്നം പറ്റി, റോഗനെ സംസാരിക്കണ്ടേ? നമുക്ക് വേണ്ടി ആരും സംസാരിക്കില്ലല്ലോ. നമ്മുടെ നാടിന്റെ വിഷയം നമ്മുടെ ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ സംസാരിക്കണ്ട. അപ്പൊ നമ്മുടെ ചർച്ചകൾക്ക് ശേഷം നമ്മള് പബ്ലിക്കായുള്ള ചർച്ചകൾക്ക് വേണ്ടി ഇറങ്ങി. ഇറങ്ങിയപ്പോ നമുക്ക് മനസ്സിലായുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ള ഭയം. അതെ, അതായത് അവരെ മുഖം ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ പോലീസുകാർ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ഭയമാണ് പോലീസുകാർ വിജയം തന്നെ പറയാം. അത് നമുക്ക് മനസ്സിലായത് ഈ പബ്ലിക്കായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ കാര്യത്തിനെ കുറിച്ചും റെസ്പോണ്ട് ചെയ്യണം. പിന്നെ പ്രധാന കാര്യം പറഞ്ഞാൽ ഈ സംഭവം ആരും അറിഞ്ഞിട്ടില്ല. പോലീസുകാർ അനാസ്ഥ അറിഞ്ഞിട്ടില്ല. അടിപൊളി അത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായി കണ്ടോണ്ടിരിക്കും അല്ലേ? എന്റെ ബലമായ സംശയം ഇന്ന് ഞങ്ങൾ മുതാളെ കൊണ്ടവാള വേണ്ടിയത്. അപ്പൊ എന്തായാലും ചർച്ചകൾക്കൊടുവിൽ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതെ, അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ ഇനിയൊരിക്കലും ഇതേമാതിരിയുള്ളൊരു പൂരം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. നല്ല നല്ല നമ്മുടെ പൂരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ മറക്കരുത്, ഇനി അടുത്ത പൂരം 2025 മെയ് 6, 7 കേട്ടോ. എല്ലാവരും വന്നോട്ടെ നമ്മുടെ തൃശ്ശൂർക്ക്.